1000 സ്വലാത്തിൽ അല്ലാ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തല്ല, അവിടുന്ന് തൊട്ട് കാക്ക ഒരു സ്വലാത്തിൻ്റെ എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകൻ ഷക്കീഖായാക്ക് ഒരു സ്വലാത്തിലും. നിനക്ക് 1000 സ്വലാത്തില്ലാം കഴിഞ്ഞത് നീ പടച്ചോൻ അങ്ങോട്ട് കൊടുത്തല്ല, പടച്ചോൻ നിനക്ക് ഇങ്ങോട്ട്. അപ്പോൾ അതിന് നീ പിന്നെ 1000 അൽഹംദുലില്ലാ അങ്ങോട്ട് പറയേണ്ടി വരും. എന്തിന് 1000 സ്വലാത്തി എല്ലിന് ചിന്നി അതൊന്നും ലെവലായി കിട്ടണമെങ്കിൽ 1000 അൽഹംദുലില്ലാ അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ വിചാരിക്കണേ 1000 സ്വലാത്ത് അങ്ങോട്ട്, അവിടെ അത് ആവശ്യമില്ല. നബിക്കോ ആവശ്യമില്ല. ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അല്ലാഹു മലക്കുകളും തന്നെ എത്ര മലക്കുകൾ, എത്ര യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹിൻ്റെ പട്ടാള കൂട്ടത്തിൻ്റെ എണ്ണം അള്ളാഹ് ഇല്ലാത്ത ഒരാൾക്ക് അറിയില്ല. നിങ്ങൾ 840 കോടിയുള്ളൂ, മറ്റത് 80,000 കാക്ക 900 കോടി. എത്ര അല്ലാഹു അഅലം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹിൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണം അള്ളാഹ് ഇല്ലാത്ത ഒരാൾക്ക് അറിയില്ല. എത്രായിരം കോടിയാ. ഒരു വിഭാഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചെടി മുളച്ചെടുത്തൊരു മലക്കുണ്ടാവും. അടിമ തെറ്റിയൂലേ? തെറ്റി. അടിമയുമാണ്, തെറ്റും ചെയ്യും. ചിലപ്പോ തെറ്റ് ചെയ്യൂല, അടിമയാവൂല, അങ്ങനെയാവും. മനസ്സിലായില്ല? ആളാരല്ല, വേറെ ആരല്ല, തെറ്റേ ചെയ്യൂ. ഓ ഒരേ ചെയ്യുന്നില്ല, ആള് നിരീശ്വരവാദിയാണ്. അങ്ങനെ കൂടെ ആള് നിരീശ്വരവാദിയാ. എന്നാലും ആളെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് നാട്ടുകാർ പറയും, എന്നാലും ഒരു മനുഷ്യന് പട്ടുപോലത്തെ ഒരു മനുഷ്യനാ, ഒരു ലായിലായില്ലെന്നാന്ന് കൂടി പറഞ്ഞാല് മൂപ്പർക്ക് സ്വർഗം കിട്ടിയില്ലേ ആർക്കും കിട്ടുള്ളൂ. അങ്ങനത്തെ വാക്ക് പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ല നിങ്ങൾ അന്തം വിട്ട് നടക്കിയിരുന്നോ എന്ന് അറിയാനാണ് ഈ ചോദിക്കുന്നത്. ചില ആളുകൾ പറയുമ്പോൾ പറയില്ലേ, എന്ത് എന്നാലൊരു ഭയങ്കര മനുഷ്യനാ, ഒരു അബദ്ധ മനുഷ്യന് വന്നതിന് കുറവല്ല. ഒരാൾ പറയും, ഒരു വാക്കിലേറല്ല, ചിരിച്ചിട്ടല്ല അത് വർത്താനം പറയില്ല, പക്ഷെ ആളാരാ? മൂപ്പരെ ഏൽപ്പിച്ച മൂപ്പര് ഒരു അബദ്ധം പറ്റില്ല, മൂപ്പര് ഒന്നും ചെയ്യൂല. മൂപ്പര് അയൽവീട്ടില് ഭർത്താവില്ലാത്ത സമയത്ത് ഭാര്യന്റെ വാതിൽ മുട്ടൂല, ഒന്നും മൂപ്പര് ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവൂല. മൂപ്പർക്ക് നേരെ കയറിയിരിക്കും കുട്ടികളെ, ഒന്നും കയറിയിരിക്കും കുട്ടികളെ, ഒന്നും കയറിയിരിക്കും. മൂപ്പര് പീടിയെ ഏൽപ്പിച്ചതുകൊണ്ട് പീടിയൻ്റെ ഉള്ളിൽ മൂപ്പര് എടുക്കൂല. ഇവിടെ എന്തേ സംഭവിച്ച അവർ വിഷയത്തിലേക്ക് തിരിച്ചറി. അടിമയുമല്ല, കുറ്റവുമില്ല. അടിമയാണ്, കുറ്റം ചെയ്തു. മനസ്സിലായി? അടിമയാണ്, പക്ഷെ എന്തു പറ്റി? തെറ്റുപറ്റി. അപ്പൊ ഉടനെ നീ എന്തിലേക്ക് ഓടും? തൗബ. മാപ്പാക്കണം. ഈ വാക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിരീശ്വരവാദി ഉണ്ടാവില്ല. മാത്രമല്ല, അയാൾ കുറ്റം ചെയ്യാത്തത് കാരണം മറ്റു പലർക്കും നിരീശ്വരവാദി ആകാൻ തോന്നും. എന്താണെങ്കിലും മൂപ്പരെ പോലത്തെ ഒരു മനുഷ്യൻ നമ്മളെ നാട്ടിലില്ല. അപ്പൊ ഏതോ SSLC കഴിഞ്ഞ യുവാക്കൾക്കൊക്കെ എന്ത് തോന്നും? നിരീശ്വരവാദിയായ എന്താ, നമ്മൾ മറ്റേ മമ്മദൊക്കെ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് പള്ളിയൊക്കെ വാങ്ങുന്ന മമ്മദൂനെ നമ്മക്കറിയില്ലേ, മോനെ കൊണ്ടുള്ള ശല്യത്ര നല്ലത്. മനുഷ്യന്മാർ നിരീശ്വരാകല. മൂപ്പര് നമ്മളാണല്ലോ ഇയാൾ ഒരു കുറ്റം ചെയ്യില്ല. ഇപ്പൊ ഇവിടെ കുറ്റം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടായത്? എന്താ പ്രചരിക്കുന്നത്? പറ ചെങ്ങായി, എന്താ ഇവിടെ പ്രചരിച്ച്? നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയും വരും. മനസ്സിലായില്ല? അപ്പൊ അടിമ എന്ത് ചെയ്യും? കുറ്റം ചെയ്യും. അടിമ തന്നെ ചിലപ്പോൾ മാസിയത്തിന് വക്തരേക്കും, അബദ്ധം ചെയ്യും, തെറ്റി. അപ്പോൾ ഹഖ് തആല നിന്നിൽ നിന്ന് തേടുന്നത് തോബ ഉണ്ടാകലാണ്. തോബ ചെയ്തപ്പോ ഈ ആരുമായി? അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. സുലൈഖയാണ് തെറ്റിയത്. സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം തെറ്റിയില്ല, മഅ്സൂമീങ്ങളാണ്. തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യൂല. പക്ഷെ എന്ത് പറഞ്ഞോയി? വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ. ഞാൻ എന്നെ ഒഴിവാക്കി പറയുന്നില്ല, ഏത് നഫ്സും മനുഷ്യനോട് ചീത്ത കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ വിനയത്തിന് അവസാനം നോക്കി കുറ്റം ചെയ്തോ? ഇല്ലല്ല കുറ്റം. പക്ഷെ വേറൊരുത്തി
തന്നിൽ കുറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും താൻ താഴത്തേക്ക് ഇറങ്ങി. ഞാൻ എന്റെ നഫ്സിനെ ഒഴിവാക്കി പറയുന്നില്ല. ഒഴിവാക്കി പറയാലോ, എന്തേ ഒഴിവാക്കി പറഞ്ഞൂടെ? പറയവിടെ ഒഴിവാക്കി പറഞ്ഞൂടെ? പറ കുട്ടിയെ, ഇന്റെ അടുത്ത് അങ്ങനത്തെ ഒന്നും വരൂലെന്നല്ല, വരൂല ഉറപ്പ്. പക്ഷെ പറഞ്ഞെന്താ ഞാൻ അന്യായിട്ട് ഒഴിവാക്കണില്ല, ഇതിന്റെ അടുത്ത് പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഒഴിവാക്കി പറയണില്ല. നഫ്സ് ചീത്ത കൽപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. ഇത് ഞാൻ ചെയ്തിട്ടില്ല, എന്നാ ഞാൻ എന്നെ ഒഴിവാക്കി പറയുന്നില്ല. ഒഴിവാക്കി പറഞ്ഞൂടെ? ഒഴിവാക്കി പറഞ്ഞൂടെ? പറയാ, ഒഴിവാക്കി പറഞ്ഞൂടെ? പറയാ. പക്ഷെ എന്തുകൊണ്ട്? അത് വിനയ. കുറ്റം ചെയ്തതല്ല സയ്യിദുനാ ആദം. പക്ഷേ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ റബ്ബന വലംന, മഅസൂമാണ് സയ്യിദുനാ ആദം. കുറ്റല്ലത്, അതൊരു സബബാണ്. എന്തിന്? മനുഷ്യൻ ഭൂമിയിൽ എത്താനുള്ള സബബാണ്. എന്ത് പറമോനെ? ഭൂമിയിൽ മനുഷ്യൻ എത്താനുള്ള സബബാണ് എന്ത്? പഴകൈക്കൽ. പക്ഷെ അവിടെ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ അത് അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടാണത്. മനുഷ്യൻ അതിന് മനുഷ്യന് പാടുണ്ട്. എന്തുകൊണ്ട്? ഈ പഴത്തിന്റെ ചർച്ചയെ പറയാത്ത പണ്ഡിതന്മാരില്ല. എത്ര തവണയാണ് ഖുർആൻ അത് ഉദ്ധരിച്ച്? കാരണം മനുഷ്യൻ എപ്പോഴും സൂക്ഷ്മത വരണമെങ്കിൽ ഈ പഴം കഴിക്കലില്ല. എന്തുകൊണ്ട്? നിന്നിലെപ്പോഴും തെറ്റ് ചെയ്യാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവും കേട്ടോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രപരമായ കാര്യമാണ് എന്ത്? പഴം കഴിക്കൽ. മഅസൂമാണ് സയ്യിദുനാ ആദം. പക്ഷെ ഭൂമിയിൽ ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞു? ഞാൻ കുറ്റം ചെയ്തു, ഞാൻ നബിയല്ലേ, പഠിച്ചോനെ നല്ല പറഞ്ഞു. ഞാൻ കുറ്റം ചെയ്യില്ലല്ലോ, ഞാൻ നബിയല്ലേ നല്ല പറഞ്ഞു. പിന്നെന്താ? റബ്ബനാ വലംനാ അൻഫുസനാ. തെറ്റുപോയി, തെറ്റ് ചെയ്തിട്ടുണ്ടോ? പറയില്ല. കാരണം ഇതാരാണ്? ഇത്തിഫാഖാണ് അഹ്ലുസുന്നക്ക്. യാതൊരു തെറ്റും ചെയ്യാത്തവരാണ് ആര്? അംബിയാ. എന്നിട്ടും എന്ത് പറഞ്ഞു? റബ്ബനാ വലംനാ അൻഫുസനാ. അപ്പൊ എന്താ മൂന്നാമത്തെ കാര്യം? ചിലപ്പോൾ നീ എന്തിലായിരിക്കും? തെറ്റിലായിരിക്കും. ഇതെല്ലാവരും പഠിക്കണം, ഇത് പഠിക്കണം. ഇതിലൊതുങ്ങിയാലേ ആരാകൂ? ലഹമിസലഹ. അഞ്ചാമത്തെ അവസ്ഥ അടിമക്കില്ല. അടിമയാകാതെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടൂല. അടിമയാകാതെ സ്വർഗത്തിൽ കിടക്കൂല. അടിമയാകാതെ രക്ഷപ്പെടൂല. അടിമയാകണമെങ്കിൽ എന്തിനൊതുങ്ങണം? പറമോനെ. അപ്പൊ ഇതിൽ പെടാത്ത ഒരു അബ്ദുറഹ്മാനോ ഒരു ആലവിക്കുട്ടിയോ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ആ ആലവിക്കുട്ടി മുസ്ലിം തന്നെ, പക്ഷെ ആരല്ല? അടിമയല്ല. അടിമയാണോ? രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എത്രണ്ണം പറഞ്ഞു? 3 എണ്ണം. ഓരോന്ന് നിങ്ങൾ പറയും. പാക്കറ്റ്. 1, നിഅമത്ത് കരസ്ഥമാവുന്ന സമയം എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. 2, പ്രയാസം അനുഭവിക്കുന്ന സമയം സബ്ർ ചെയ്യണം. ഒരാളോട് പരിധി വിട്ട് പറയരുത്. അതേ സമയത്ത് ഒരു ചികിത്സാരിയോട് പറയുന്നതിന് വിരോധമില്ല. അത് ചികിത്സാരിയുടെ അളവിൽ മാത്രം അങ്ങനെ പറയണം. ബാക്കിയൊക്കെ ആരോട് പറയണം? എന്തോ പറ്റി മാപ്പാക്കണം, എന്നെ രക്ഷപ്പെടുത്തി തരണം. അതും നിനക്ക്. അപ്പൊ അള്ളാഹു നീ തമ്മിൽ അകലല്ലാതെയാവും. എന്തുകൊണ്ട്? ചോദിച്ചവരുണ്ടോ, ചോദിക്കുന്നവരുണ്ടോ എന്ന് എല്ലാ രാത്രിയും പറയുമ്പോൾ നീ ചോദിക്കണം. അപ്പൊ നീയും അള്ളാഹു തമ്മിൽ അകലല്ലാതെയാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെന്താ മൂന്നാമത്തെ കാര്യം? ചിലപ്പോൾ നീ തെറ്റിന്റെ സമയത്തായിരിക്കും. അടിമയാണ്, എന്ത് ചെയ്യും? തെറ്റു. അടിമയാണ്, തെറ്റു. അമ്പിയാവിനെ തെറ്റൂല, അടിമക്ക് തെറ്റു. സ്വഹാബി വ്യഭിചരിച്ചു. അപ്പോഴത്തേന് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കാരണം അടിമയാണ്. അതിലും അടിമക്ക് പാടുണ്ടോ? അതിലും അടിമക്ക് പാടുണ്ടോ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരണം. തല കൊടുത്ത് ചിന്തിക്ക്. അപ്പോഴും അടിമക്ക് അതിൽ പാടുണ്ട്. തൗബ. ഇതങ്ങനെ കരിയും. ദിവസം കരിയും. രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാർക്ക് വേശ്യാവൃത്തി നടത്തുന്ന
ആളുകൾ പിന്നീട് ചരിത്രത്തിൽ ആബിദത്തും സ്വാലിഹത്തുമായി മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. അള്ളാഹ് കേൾക്കുമ്പോഴത്തേനും കരഞ്ഞു വീട് വന്നിട്ടുണ്ട്. തെറ്റ് ചെയ്ത ചരിത്രത്തിൽ തെറ്റ് ചെയ്ത സ്ത്രീ അവസാനം തൗബ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ കഅബാലയം കണ്ടപ്പോഴത്തേന് അല്ലാ നീ എന്നെ ഇവിടെ എത്തിച്ചല്ലോ റബ്ബേ അള്ളാഹ് വീണു, അപ്പം മരിച്ചു. അങ്ങനത്തെ ചരിത്രമുണ്ട്. ഇപ്പം എത്ര ഭാഗ്യ ഈ പെണ്ണാര വേശ്യ. അങ്ങനെയുണ്ട്. മനസ്സിലായില്ല? ഈ പെണ്ണാര വേശ്യ. അല്ലാ നിന്റെ കഅബാലയത്തിൽ എന്നെ എത്തിക്കണേ, എനിക്ക് തൗബ ചെയ്യണേ, എനിക്ക് അള്ളാഹ്. ആ പെണ്ണ് പാവപ്പെട്ട പെണ്ണ് തൗബ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ തൗബ ചെയ്യാം. പക്ഷേ എന്ത് തൗബ ചെയ്യാൻ വേണ്ടി പെണ്ണ് എവിടേക്ക് വന്നു? കഅബാലയത്തിലേക്ക് വന്നു. പരിശുദ്ധ കഅബത്തിൽ ശരീഫത്തിലേക്ക് നോക്കുന്ന മാത്രയിൽ മണ്ണിൽ വീണു, അപ്പം മരിച്ചു. അതേ നാട്ടിൽ വേറെ നിസ്കാരക്കാരനുണ്ടാവും. പോണെന്ന് കഅബാലയത്തിൽ പോണെന്ന് തോന്നിയിട്ടില്ല. അപ്പൊ അവരെക്കാൾ മുഖറബത്താണ് ആര്? ഈ പെണ്ണ്. ഈ പെണ്ണിന് പണി എന്തായിരുന്നു? വേശ്യാവൃത്തി. നിങ്ങളിന്റെ കൂടെ അല്ലേ ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്തുണ്ടായി? റബ്ബേ നന്നാകണം. പിന്നെ നന്നാകാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാ? ആ കഅബാലയാ. അവിടെ കൊണ്ടു. കഅബാലയം കണ്ട മാത്രം നിന്റെ വീടല്ലേ, നീ എന്നെ ഇവിടെ എത്തിച്ചില്ലേ, അല്ലാ വീണു, അപ്പം മരിച്ചു. മനസ്സിലായില്ലേ? ഈ പെണ്ണാര മുഖറബത്ത. അത്ര ഇഷ്ടാണ് ആരെ? അല്ലാഹുവിന്. തെറ്റിയതല്ലേ? തെറ്റിയതെന്ന് ചിലപ്പോൾ അടിമ തെറ്റിന്റെ ഒരു വക്തിനുമായിരിക്കും. നാലും കൂടി പറഞ്ഞ നാലാമത്തിൽ അവസാനിപ്പിക്കും. ചിലപ്പോൾ നീ ആരാധനയുടെ അവസ്ഥയിലായിരിക്കും. അനുസരണ, വഴിപ്പെടൽ. ഇതൊരു അത്ഭുതകരമായ വാക്കാണ്. ഇപ്പൊ നീ മനസ്സിലായില്ലേ? ചിലപ്പോ നീ എന്തിലായിരിക്കും? അനുസരണ, നിസ്കരിക്കുക, നോമ്പൊൽക്കുക ഒക്കെ. ഇപ്പൊ അതിലാണ് അപ്പോൾ ഹഖ് തആല നിന്നിൽ നിന്ന് അവിടെ തേടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നീ സാക്ഷ്യം വഹിക്കലാണ്. പഠിച്ചോനെ നിന്റെ തൗഫീഖ് കൊണ്ടാണ് നിസ്കരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ നിസ്കാരം അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതേ സമയത്ത് നമ്മൾ 90% മനസ്സിലാക്കുന്നത് നിസ്കാരം ഇവിടുന്ന് അങ്ങോട്ട് പോയതാണെന്നാണ്. അല്ല, പേച്ചു. നിസ്കാരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ, ഇവിടെ അങ്ങോട്ട് പോയതല്ല. അവിടെ അതിൻ്റെ ആവശ്യമില്ല. നിസ്കാരം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത് അള്ളാഹനല്ല, നിന്നെ തന്നെയാണ്. ആ അനുഗ്രഹത്തിന് നീ സാക്ഷിയായി. പഠിച്ചോനെ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പറയും അല്ലാഹ്. അപ്പൊ നീ അവിടെ നിസ്കാരത്തെ അല്ല കാണുന്നത്, പകരം എന്തിനെയാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹം. നീ സാക്ഷിയായി. നീ ശുഹൂദുൽ മിന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നീ സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞു അല്ലാഹ് നിസ്കരിക്കാൻ കഴിഞ്ഞു, നോമ്പൊൽക്കാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ഇന്നത്തെ ദിവസത്തെ നോമ്പ് അല്ലാഹ് നിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇന്ന് നോമ്പിന് കഴിയില്ല. ഇന്നൊരു 1000 സ്വലാത്തിൽ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തല്ല, അവിടുന്ന് കിട്ടാ. എന്റെ തൊട്ടുക്കാക്ക ഒരു സ്വലാത്തില്ല. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മൻ്റെയും മകൻ ഷഖീഖായ അഖ് ഒരു സ്വലാത്തില്ല. നിനക്ക് 1000 സ്വലാത്തെല്ലാം കഴിഞ്ഞത് നീ പഠിച്ചോൻ അങ്ങോട്ട് കൊടുത്തല്ല, പഠിച്ചോൻ നിനക്ക് കിട്ടുന്ന. അപ്പോൾ അതിന് നീ പിന്നൊരു 1000 അൽഹംദുലില്ലാഹ് അങ്ങോട്ട് പറയേണ്ടി വരും. എന്തിന്? 1000 സ്വലാത്തി എല്ലിന് ജിന്നി അതൊന്നും ലെവലായി കിട്ടണമെങ്കിൽ 1000 അൽഹംദുലില്ലാഹ് അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ വിചാരിക്കണത് 1000 സ്വലാത്ത് അങ്ങോട്ട്, അവിടെ അത് ആവശ്യമില്ല. നബിക്കോ ആവശ്യമില്ല. ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അലൈഹി. അള്ളാഹുവിന്റെ മലക്കുകളും തന്നെ എത്ര മലക്കുകൾ
എത്ര ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹിന്റെ പട്ടാളക്കൂട്ടത്തിന്റെ എണ്ണം അല്ലാത്ത ഒരാൾക്ക് അറിയില്ല. നിങ്ങൾ 840 കോടിയുള്ളൂ, മറ്റത് 80,900 കോടി. എത്ര അല്ലാഹു അഅലം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹിന്റെ പട്ടാളത്തിന്റെ എണ്ണം അല്ലാത്ത ഒരാൾക്ക് അറിയില്ല. എത്രായിരം കോടിയാ. ഒരു വിഭാഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചെടി മുളച്ചെടുത്തൊരു മലക്കുണ്ടാവും. ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം അത് ദഹിക്കുമ്പോഴത്തിന് 100 മലക്കെങ്കിലും ഇടപെടും. ഒരാളെ ഭക്ഷണം ദഹിക്കുമ്പോഴത്തിന് എത്ര മലക്ക്? 100 മലക്കെങ്കിലും ഒരു മനുഷ്യന്റെ ഭക്ഷണം ദഹിക്കുമ്പോഴത്തിന് അതിൽ ഇടപെടും. 100 മലക്കെങ്കിലും. ഒരു ചെടി ഉള്ളിടത്ത് ആരുണ്ടാവും? ഒരു മലക്കുണ്ടാവും. ഇപ്പൊ എത്ര ചെടിയുണ്ട് ഇപ്പോൾ ഈ ലോകത്ത്? നീ ചിലപ്പോ ഒരു ഇലമ്മലൊരു മലക്കുണ്ടാവും. അങ്ങനെയുണ്ടാവും. അത് അവിടേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ സ്വലാത്തില്ലാണ് ആർക്ക്? അഭിമാനം. പിന്നെ എന്തിനാ എൻ്റെ സ്വലാത്ത്? പറഞ്ഞ മനസ്സിലായോ? അവിലും മലലും കൊണ്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ ഉണ്ട്, ഒരു ഐതിഹ്യം. അപ്പോ ഭാര്യ പറഞ്ഞു, ഇത് കുചേലൻ കൃഷ്ണൻ രാജാവാണ്, അവർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴും കുചേലൻ പറയാണ്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അതവർ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. തിരിഞ്ഞിട്ടില്ല. ഇതൊരു ഐതിഹ്യമാണ്, എന്നാലും ഒരു പാടുണ്ട്. കുചേല വൃത്തം വഞ്ചിപ്പാട്ട് മനസ്സിലാണ്. ഇവിടെ കുചേലൻ അവിലും കൊണ്ട് പോവുകയാണ്. കൃഷ്ണൻ യദുവംശത്തിലെ ചക്രവർത്തിയാണ്. ഐതിഹ്യമാണ്. ഏത് കിത്തരാമെന്ന് ചോദിക്കണ്ട, ഒരു ഐതിഹ്യ. പക്ഷേ ഒരു പാടുണ്ട്. ഭാര്യ മക്കളും കൂടി കൃഷ്ണന്റെ അടുത്തെത്തി നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പോവുക. അപ്പോൾ അവില് കൊണ്ടുപോവുക. അവില് കൃഷ്ണന് ആവശ്യം ഉണ്ടാവില്ല. എവിടുന്നോ കിട്ടിയ നെല്ലുകൊണ്ടാണ് കുചേലൻ അവിലുണ്ടാക്കിയത്. അങ്ങോട്ട് പോകും. അപ്പോൾ ഭാര്യ പറഞ്ഞു അവർക്കത് വേണ്ടി വരില്ല. അപ്പൊ ഭർത്താവ് കുചേലൻ എന്ത് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അവിടുന്ന് അത് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഒരു മനസ്സിലായില്ല. എന്റെ നിസ്കാരം പഠിച്ചോൻ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു. നിങ്ങളെ നിസ്കാരം ഒന്നും പഠിച്ചോന് വേണ്ടിവരില്ല ഉറപ്പന്നെ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. കൃഷ്ണന് അവല് വേണ്ട. അതേ സമയത്ത് കുചേലന്റെ കയ്യിൽ ഈ കറുത്ത നെല്ല് ഇടക്കിടക്കുള്ള ഈ പതിരുമെന്ന് ഉണ്ടാക്കിയ ഈ ഔലല്ലാതെ ഒരു സാധനം കൊടുക്കാൻ കുചേലന്റെ കയ്യിൽ ഇല്ല. പിന്നെ കുചേലൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് അത് വാങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിലായില്ല? റബ്ബിന് നിന്റെ നിസ്കാരത്തിന്റെ ആവശ്യം ഇല്ല, വാങ്ങിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ വാങ്ങൽ ഒരു അനുഗ്രഹമാണ്. ആരുടെ? പഠിച്ചവനെ. അവിടുന്ന് വാങ്ങാതിരിക്കൂല. കൃഷ്ണൻ വലിയ ദയാലുവാണ്, വാങ്ങാതിരിക്കൂല എന്നാ കുചേലൻ പറയണത്. അതായത് ഈ സമ്മാനം വാങ്ങുന്നതും കൃഷ്ണന്റെ ദയാണ് എന്നാ പറഞ്ഞു പോണേ. നിങ്ങളൊരു ഐതിഹ്യത്തിന് ഞാൻ ഉപമ പറയാം, തൽക്കാലം നാവ് കിട്ടിയ അതായതുകൊണ്ട്. ഇനി നേരെ അങ്ങോട്ട് ചിന്തിക്ക്, മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒരു ഇബാദത്തിൽ പോലും നീ ആരെ കാണണം? അള്ളാഹുവിന്റെ അനുഗ്രഹം. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ ഇബാദത്തെ ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതിന് പകരം നമ്മളിപ്പോ എന്താ ചെയ്യണത്? നമ്മൾ ആരാധന ചെയ്യുമ്പോൾ നമ്മളുടെ മഹത്വം കാണുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തുപോയി നിസ്കരിച്ചോ, പുറത്തുപോയി നിസ്കരിച്ചു, പക്ഷെ പുറത്തുപോയി. മനസ്സിലായില്ല. 100 റക്അത്ത് നിസ്കരിച്ചിറങ്ങിയപ്പോൾ ഒരു ഫാസിഖിനെ കണ്ടു. അപ്പോൾ ഫാസിഖിനോട് പറഞ്ഞു, യാ ഫാസിഖ് ഇന്നക ലാ തദ്ഖുൽ ജന്ന ഫയഖൂലു അല്ലാഹു അഹ്ബതു അമലക ഫമൻ അദിന ലക ഇന്നി ലാ ഉദ്ഖുലു അബ്ദി ഹാദാ അൽ ജന്ന. എന്റെ റഹ്മത്തിൽ എന്റെ അടിമയെ കടത്തില്ല എന്നറിയ ഇജാര. എന്റെ അമൽ മുഴുവൻ ഞാൻ ഇപ്പൊ പൊളിച്ചു. മനസ്സിലായി? 100 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങി വരിക. അപ്പോൾ ഒരു ഫാസിഖിനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഫാസിഖിനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? യാ ഫാസിഖു ഇന്നക ലാ തദ്ഖുൽ ജന്ന. ഏ ഫാസിഖേ, ഇജ്ജ് സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പോൾ അല്ലാഹു പറയും, എന്റെ അടിമയോട് നീ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയാ ഇശാര. ഈ സ്വർഗത്തിൽ കടക്കൂല. ഇപ്പൊ ആയുസ് മുഴുവൻ നിസ്കരിച്ച ബൻ എവിടെ കിടക്കൂല? പറ മോനെ, സ്വർഗത്തിൽ കിടക്കാൻ സാരം നിസ്കാരം ഇതൊക്കെ ആരുടെ അനുഗ്രഹമാണ്? അള്ളാന്റെ അനുഗ്രഹം. അപ്പൊ ഞാനെന്താ വിചാരിക്കണ്ടേ? മറ്റൊന്ന് ഉപദേശിക്കാം. പിന്നെ മോനെ ശ്രദ്ധിക്കണട്ടാ,
അതേസമയത്ത് മനസ്സിലെന്തായിരിക്കണം? നിസ്കരിച്ച ഞാനും നിസ്കരിക്കാത്തവനും നോക്കിയാൽ ചിലപ്പോൾ അള്ളാന്റെ അടുക്കൽ വലിയവൻ ഓനായിരിക്കും. ഇതാണ് ആര് വിചാരിക്കുക? അബ്ദ് വിചാരിക്കുക. അബ്ദ് അല്ലാത്തവൻ നിസ്കരിച്ച് അങ്കരിക്കും, അബ്ദ് അല്ലാത്തവൻ സദഖത്ത് അനുഗ്രഹിക്കും, അങ്കരിക്കും. മനസ്സിലായില്ല? ദർസിന്റെ പിരിവിന് വേണ്ടി പോയപ്പോൾ മുതലാളി എന്ത് പറഞ്ഞു? നമ്മളെപ്പോലത്തെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ നടത്തി കൊടുക്കാൻ പോകണ്ടോടും കയ്യുന്നുണ്ട്. കഴിഞ്ഞു 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 മനസ്സിലായില്ല? അരിഞ്ചാക്കൊണ്ട് എല്ലാ ദിവസം അട്ടിടുന്ന അരിഞ്ചാക്കാണ് ഇവിടെ മുതലാളി കൊടുത്തേക്കണത്. പക്ഷെ മുതലാളി ഒരിക്കൽ എന്ത് പറഞ്ഞു? എന്നെപ്പോലത്തെ ഉണ്ടായതുകൊണ്ട് ഇറക്കണില്ല, കഴിഞ്ഞു. അപ്പോഴത്തിന് ആയിരക്കണക്കിന് 10,000 അരിഞ്ചാക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷെ പോയി, ഒറ്റ വാക്കുമ്പോൾ പോയി. എന്നാൽ ഈ അരിഞ്ചാക്ക് അവിടെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ അവിടെ ഗേറ്റ് കീപ്പറായ വേറൊരു മുസ്ലിം ഉണ്ട്. അപ്പം പറയണം, പഠിച്ചോനെ ഈ സാധുക്കളായ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനുള്ള അനുഗ്രഹം എൻ്റെ കൈ കിട്ടിയില്ലല്ലോ പഠിച്ചോനെ. മരിക്കുന്നതിന് മുമ്പെങ്കിലും ജനിക്കാൻ അവസരം കൊണ്ടാ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവനാരായി? തിരിഞ്ഞില്ല, എവിടെയാ കിടക്കണമെന്ന് അറിയില്ല. അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും. മനസ്സിലായില്ലേ? അടിമാന്ന് പറഞ്ഞ കാഴ്ചപ്പാടാണ്. അവസാനത്തെ കാഴ്ചപ്പാടെന്താ? എന്നിൽ നിന്നൊരു ത്വാഴത്തുണ്ടായത് പോലും റബ്ബിന്റെ അനുഗ്രഹം. മനസ്സിലായില്ലേ? അപ്പൊ അനുഗ്രഹമല്ലാത്ത ഒന്നും ആർക്കില്ല, അടിമക്കില്ല. അടിമ നാരണത്തില. എഴുതിയൊക്കെ ശ്രദ്ധിച്ചൊന്നും കൂടി. അടിമ 4 ഒരു സമയത്തായിരിക്കും. 5ാമത്തെ സമയം അടിമക്കില്ല. ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ ഫമുഖ്തദൽ ഹഖ് മിൻക വജൂദുസ് ശുക്ർ വഇമ്മാ അൻ തകൂന في وقت وما تكون في وقت شدة فمقتضى الحق منك وجود الصبر وإما أن تكون في وقت معصية فمقتضى الحق منك وجود التوبة وإما أن تكون في وقت طاعة فمقتضى الحق منك شهود المنة. ഇനി 5ാമത്തെ അവസ്ഥ അടിമക്കില്ല. 4 അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് പോകും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് സയ്യിദുൽ ആബിദീൻ. ഇപ്പം അഅ്ലമുസ്സലാത്തിലേക്ക് വരും. അഅ്ലമുസ്സലാത്തിൽ സയ്യിദുൽ ആബിദീൻ ആ ആൾ തന്നെ സയ്യിദുൽ തൈബീൻ, സയ്യിദുൽ ശാകിരീൻ, സയ്യിദുൽ നാദിമീൻ, സയ്യിദുൽ സ്വാബിരീൻ. ആരാണോ സയ്യിദുൽ ശാകിരീൻ ആ ആളെന്നെ സയ്യിദുൽ സ്വാബിരീൻ. ആരാണോ സയ്യിദുൽ ആബിദീൻ അത് ആളെന്നെ സയ്യിദുൽ നാദിമീൻ. സയ്യിദുൽ ആബിദീൻ അള്ളാഹ്ക്ക് ആരാധന നടത്തിയവരിൽ നേതാവ്. സയ്യിദുൽ നാദിമീൻ ഖേദിച്ചവരിൽ നേതാവ്. സയ്യിദുൽ തായിബീൻ തൗബ ചെയ്തവരിൽ നേതാവ്. സയ്യിദുൽ ഖാശിഈൻ ഭയപ്പെട്ടവരിൽ നേതാവ്. എല്ലാം ഒരാളാണ്. സയ്യിദുൽ ആബിദീൻ നബിയാണ്, സയ്യിദുൽ ആലിമീൻ നബിയാണ്, സയ്യിദുൽ ഷാകിരീൻ നബിയാണ്, സയ്യിദുൽ തായിബീൻ നബിയാണ്, സയ്യിദുൽ നാദിമീൻ നബിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിലപാട് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സയ്യിദ് ഉൽദി ആദം, ഞാൻ ആദം മക്കളെയൊക്കെ നേതാവാണ്. വല ഫഖർ, ഫഖറല്ല, ഒരു അറിയിപ്പാണ്. ഫഖറില്ല, ദുരഭിമാനമില്ല. പക്ഷെ അങ്ങനെയാണ്. പക്ഷെ പറയാനുള്ള നിർവാഹമില്ല. പക്ഷേ ഫഖറില്ല. അനറബികൾ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി എണ്ണീറ്റിക്കരുത്. വിനയത്തിന്റെ അവസാനം
നിങ്ങൾക്ക് വേണ്ടി എണീക്കരുത്. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കയറി ചെന്നപ്പോൾ കുറച്ച് ആളുകൾ ഇരുന്നു. അപ്പോൾ ഹസ്സാൻ പാട്ടുപാടി. ഒരു സമൂഹം അവർ ലോകം കണ്ട അത്ഭുതത്തെ ചില ആളുകളെ കാര്യത്തിൽ അത്ഭുതമാണ്. ഈ അഴകിനെ അവർ കാണുന്നുണ്ട്, പക്ഷെ എണീക്കണില്ല. എണീക്കരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹബീബ നബി. എന്ത് വിനയത്തിന്റെ അവസാനം എണീക്കൽ മനുഷ്യന്റെ ബാധ്യത. ചിലവർ എന്ത് ചെയ്തു? പിന്നെ ഇരുന്നു. അപ്പോൾ ഹസ്സാൻ പാട്ടുപാടി. വല്ലാത്ത വിഡ്ഢികൾ. നബിയത് പറയില്ലേ നമ്മൾ എണീക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. നബിയത് പറയും. എന്തുകൊണ്ട്? വിനയാന്യതിരിൽ നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എനിക്കൊണ്ട് നിങ്ങൾ എണീക്കരുത് നബി പറയും. പക്ഷെ ചിലരത് കണ്ടിരിക്കുക. വിഡ്ഢികൾ. എന്ത് വിഡ്ഢിയങ്ങൾ? എണീക്കണ്ടേ? നബി അങ്ങനെ പറഞ്ഞില്ലേ? നബി പറഞ്ഞാൽ നമ്മൾ നോക്കണം. ഇത്തരം കാര്യത്തിൽ നിങ്ങൾ ബഹുമാനിക്കരുത് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? മനസ്സിലായില്ലേ? എന്ത് അത് നബിയുടെ വിനയത്തിന്റെ അവസാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മുത്തഖീങ്ങളായ സാലിഹീങ്ങളിൽ നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ അടിമയുടെ അവസരമാണ്. അഞ്ചാമത്തെ ഒരു സമയം അടിമക്കില്ല. ഓരോരുത്തരും അവനവനെ പരിശോധിക്കണം. ഈ അവസ്ഥയിൽ ഒന്നിരിക്കൽ നിഅമത്തിലായിരിക്കും, അല്ലെങ്കിൽ ശിദ്ദത്തിലായിരിക്കും, അല്ലെങ്കിൽ മാസിയത്തിലായിരിക്കും, അല്ലെങ്കിൽ താഴത്തിലായിരിക്കും. ഈ അവസ്ഥയുള്ളൂ. അഞ്ചാമത്തെ ഒരവസ്ഥ ഇല്ല. ഈ 4 അടിമ എന്ത് ചെയ്യണം? അടിമ ഇതിൻ്റെതല്ല, ഇതിൻ്റെ അല്ല, ഞാനല്ല, എന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരു ഭാര്യ ഭർത്താവിൻ്റെ അനുസരണ അവസാനാണെങ്കിൽ ചെയ്തു കൊടുത്താലും ചെയ്തു നമ്മൾക്ക് തോന്നൂല. അതേ സമയത്ത് വേറൊരു ഭാര്യ ഒരു കാര്യം ചെയ്തു കൊടുത്ത് രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. ഒരു മണിക്കൂർ ഞങ്ങളെ വസ്ത്രം അലക്കിയ ഞാൻ അലക്കാൻ വേണ്ടി പറയല്ല, അലക്കാതിരിക്കാൻ വേണ്ടി പറയല്ല. എന്നാലും ഇവിടെ 2 വ്യത്യാസമുണ്ട്. മറ്റോൾ മറിഞ്ഞിട്ട് വീണാലും കഷ്ടപ്പെട്ട് മറിഞ്ഞു വീണാലും അനുഗ്രഹം പറയില്ല. ഞങ്ങൾ അലക്കി തന്നില്ലേ, ഞാൻ തേച്ച് തന്നില്ലേ എന്ന് പറയില്ല. നജീബ് മഹ്ഫൂദിൻ്റെ ഒരു നോവലുണ്ട്. ഞാനത് 4-8 കൊല്ലം മുമ്പ് വായിച്ചത്. ഭയങ്കര ഒരു പാടുണ്ടത്. ഒരു പെണ്ണ് വല്ലാത്ത അനുസരണയാണ് ഭർത്താവിനോട്. അങ്ങനെ ഭർത്താവ് ഒരിക്കൽ തൊലാക്കില്ല. നോവലാണ്, പക്ഷെ അതിലും പാടുണ്ട്. ഭർത്താവ് യോല അവസാനിക്കുക 1 മിനിറ്റ്. ഭർത്താവ് യോലാക്കില്ല. കടയിൽ പോയി ഭർത്താവ്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണാൻ പാടില്ല. അപ്പോൾ ആ പെണ്ണ് 2-3 ദിവസത്തെ പണി കഷ്ടപ്പെട്ട് വേഗെടുത്തു. കാരണം മൂപ്പര് വരുമ്പോഴത്തേന് ഇവിടുന്ന് പോകും വേണം. 2-3 ദിവസം സൗകര്യമെങ്കിലും ഒരുക്കി കൊടുക്കാതെ ഞാൻ എങ്ങനെ പോവുക? അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഭയങ്കര അത്ഭുതം. അവിടെ വേലക്കാരൊക്കെ ഉണ്ട്, പക്ഷേ വലിയ മുതലാളിയാണ്, ഭയങ്കര മുതലാളിയാണ്. മലയാളിൻ്റെ ഭാര്യയാണിത്, പക്ഷെ ഭയങ്കര അനുസരണയാണ് ഈ പെണ്ണിന്. അപ്പൊ ഈ പെണ്ണിനെ തൊലാക്കല്ലി ഞാൻ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ കാണാൻ പാടില്ല. മുമ്പിൽ പിടിക്കുകയും. അപ്പൊ ഈ പെണ്ണ് കഷ്ടപ്പെട്ട് 2-3 ദിവസത്തിന്റെ പണി ഉച്ച തിരിയുമ്പോഴത്തിന് എടുത്ത് നടുവടി. പിന്നെ വേലക്കാരികൾക്ക് നിർദ്ദേശം കൊടുത്തു. അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, സോപ്പ് അവിടെയാണ്, പേസ്റ്റ് ഇവിടെയാണ്, ബ്രഷ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ, മൂപ്പര് എടുത്തു കൊടുക്കണേ. ഞാനതൊക്കെ എടുത്തു വെക്കല്. ഇനി മൂപ്പര് ബുദ്ധിമുട്ടരുതേ. മൂപ്പര് പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ കുളിയിൽ അവസാനം മൂപ്പർക്ക് സുഗന്ധം ഒഴിച്ചിട്ടൊരു പ്രത്യേക കുളിയുണ്ട് ലാസ്റ്റ് വെള്ളം പാരല്. ആ സുഗന്ധം ഞാൻ ഇന്നൊക്കെ ബോർഡിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, ഒക്കെ ശ്രദ്ധിക്കണേ. മനസ്സിലായില്ലേ? തിരിച്ചെന്ത് പറയാം? നിങ്ങളെപ്പോലത്തെ ഒരു ഉപകാരം ചെയ്തിട്ട് കാര്യമല്ല. ഞാൻ എൻ്റെ വണ്ടി വിടാം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. പീടിയേക്ക് മൂപ്പര് പോണീൻ്റെ മുമ്പ് തന്നെ ഒക്കെ പോകാമല്ലോ. ഞാൻ അങ്ങനെ പോകണമെന്ന് പറയല്ല, പോകണ്ടെന്നും പറയല്ല. ഞാനിവിടെ ഇത് നേരെ അടിമൻ്റെ വെച്ച് നോക്കാം. മനസ്സിലായില്ല? അടിമക്ക് ഞാൻ അങ്ങനെ അനുഗ്രഹം ചെയ്തു എന്ന് തോന്നൂല. ഈ പെണ്ണ് പിറ്റേ ദിവസം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? പഠിച്ചോനെ,
ഞാൻ ഇന്നലെ ചെയ്ത സൗകര്യം ഇന്നും നാളെയായിട്ട് തീരൂലേ? പിന്നെ മൂപ്പര് എന്താ കേട്ടുക? സംഭവം എന്താ സംഭവിച്ചത്? തൊലാക്കോളം ചിന്തി തന്നെയല്ല. മൂപ്പര് ബുദ്ധിമുട്ടരുത്. ഇനി മൂപ്പര് വേറൊരു പെണ്ണ് കിട്ടുകയാണെങ്കിലും എന്നെപ്പോലെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുബ്ഹാനല്ലാഹ്. നോവലിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടാവും, ഭൂമിയിലുണ്ടാവുക. ചിന്തിക്ക്, ഉണ്ടാവും, ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും, ഉണ്ടാവും, അതും ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന